നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മൊയലാളി രാജീവ് ചന്ദ്രശേഖരൻ്റെ തോറ്റ എം പി, ശശി തരൂരിനോട് തോറ്റ എം പി, മുൻ കേന്ദ്രമന്ത്രി, വലിയ കോടീശ്വരനാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് മൊയലാളി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, FB പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് സ്വന്തം സ്ഥാപനത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പുള്ളി പരസ്യമായി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്തിനാണോ ഈ പരസ്യമായിട്ട് പോസ്റ്റ് ഇട്ടത്? അദ്ദേഹത്തിന് അത് രഹസ്യമായിട്ടോ അല്ലെ ഒഫീഷ്യലായിട്ടോ, അദ്ദേഹം അതിൻ്റെ മുതലാളിയല്ലേ, ഉടമസ്ഥനല്ലേ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ, നടപടിയും എടുത്താൽ പോരെ? എന്തിനാ ഈ പരസ്യമായിട്ട് ഒന്ന് പോസ്റ്റ് ഇടുന്നത്? അതാണ് രസകരം. എന്താ പോസ്റ്റ്? അതിൻ്റെ ചാനലിൻ്റെ തലപ്പത്ത് ഈ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വനിതാ ജേർണലിസ്റ്റ് സിന്ധു സൂര്യകുമാർ, അവരുടെ ഒരു പ്രതിവാര വീഡിയോ പ്രോഗ്രാം ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ട്, നമുക്കറിയാം, എന്താ കവർ സ്റ്റോറി എന്ന് പറയുന്ന പ്രോഗ്രാം. അതിലെ കുംഭമേളയെ അവഹേളിച്ച് അവർ പ്രോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് മുതലാളിക്ക് കുറേ കത്തുകൾ കിട്ടി, അത്ര മെയിലുകൾ. കാലത്ത് ഇമെയിൽ, ഫോൺ വിളിയൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ആ ചെയ്തത് ശരിയായില്ല. അതായത് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ, എൻ്റെ സ്വന്തം ചാനലിൽ മഹാകുംഭമേളയെക്കുറിച്ച് മോശമായിട്ടെന്തോ വാർത്ത കൊടുത്തു, അത് ശരിയായില്ല. ഞാനും കുടുംബവും കുംഭമേളയിൽ പങ്കെടുത്തവരാണ്. ഇത്തരം നടപടികൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുതലാളി, അവിടുത്തെ തൊഴിലാളികളാണല്ലോ നിങ്ങളുടെ സ്റ്റാഫ്. അത് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയാലും എഡിറ്റർ ആയാലും ആരായാലും ന്യൂസ് എഡിറ്റർ ആയാലും നിങ്ങളുടെ തൊഴിലാളികളല്ലേ വരെ. അവർക്കെതിരെ അങ്ങ് അച്ചടക്ക നടപടി എടുത്താൽ പോരെ? അവരെ വേണം പിരിച്ചുവിട്ടാൽ പോരെ? അതിനെന്തിനാണ് ഫേസ്ബുക്കിൽ വന്നിട്ട് ഈ വേഷം കെട്ടുന്നത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിൻ്റെ മുതലാളി, എന്തിനാണ് ഫേസ്ബുക്കിൽ വന്ന് ഈ വേഷം കിട്ടുന്നത്? കുംഭമേളയെ അവഹേളിച്ചു അത്രേ അദ്ദേഹത്തിൻ്റെ സ്വന്തം മാധ്യമ സ്ഥാപനം ഏഷ്യാനെറ്റ്. അതിനിപ്പോൾ ആർക്കെന്ത് വേണം? നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റ്, നിങ്ങളുടെ സ്വന്തം സ്റ്റാഫ് അവരുടെ പ്രോഗ്രാമിൽ നിങ്ങളുടെ കുംഭമേളയെ ആക്ഷേപിച്ചതിനിപ്പോൾ ഞങ്ങളെന്ത് വേണം? പ്രേക്ഷകർ അത് നിങ്ങളവി തീർത്തോളുക. പിന്നെ ഇതിൻ്റെ അകത്ത് ചില ചോദ്യങ്ങളുണ്ട്. അതാണ് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഏഷ്യാനെറ്റിൽ കുംഭമേളയ്ക്കെതിരെ വാർത്തകൾ വന്നു, വീഡിയോ വാർത്തകൾ വന്നു, അത് ശരിയായില്ല, ഞാൻ മുതലാളിയാണ്, ശരിയായില്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നേരോട് നിരന്തരം നിർഭയം, അല്ലേ, നേരോട് നിരന്തരം നിർഭയമായിട്ട് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ചാനലിൻ്റെ മുതലാളി പറയാം, മേലാൽ ഇത്തരം വാർത്തകൾ കൊടുത്തേക്കരുത്, ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കുന്ന വാർത്തകൾ കൊടുത്തേക്കരുത് എന്നാണ് ന്യായം ഫേസ്ബുക്കിൽ. എടോ മുതലാളി, നിങ്ങളങ്ങ് തീരുമാനിച്ച കാര്യങ്ങൾ അവിടെ നടപടിയെടുത്തു. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, മാധ്യമ സ്വാതന്ത്ര്യം. ഏഷ്യാനെറ്റ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ശശികുമാർ തുടങ്ങിയ ഏഷ്യാനെറ്റ്, സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റ്, ഇപ്പം ഇവിടെ പോയി നിൽക്കുന്ന ഏഷ്യാനെറ്റ് എന്താ ഇപ്പോഴും പറയുന്നത്? ഞങ്ങൾ സത്യസന്ധമായ വാർത്തകളാണ് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പം കൂച്ചുവിലങ്ങിട്ടല്ലോ. എവിടെ സ്വാതന്ത്ര്യം? ഈ വന്നിരുന്ന് തള്ളുന്ന ചില അവതാരകരുണ്ടല്ലോ ഏഷ്യാനെറ്റിലെ, അവരോട് ചോദിക്കുകയാണ്, മാപ്രകളോട്, എവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം? ഇനിയിപ്പോൾ സിന്ധു സൂര്യകുമാറിനെതിരെ എന്ത് നടപടിയെടുക്കാൻ പോകുന്നതെന്നാണ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിനോടുള്ള കമൻറ്റുകൾ, കുറേ കമൻറ്റുകൾ പ്രേക്ഷകർ, വായനക്കാരുടെ വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് മുതലാളിയാ, നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരോട് പ്രേക്ഷകരല്ലേ ആ വീഡിയോ അല്ല ആ പോസ്റ്റ് കണ്ടവർ ചോദിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു ഉഡായിപ്പാണ്, മനസ്സിലായില്ലേ? അപ്പം മാധ്യമ സ്വാതന്ത്ര്യം എവിടെ? ഏഷ്യാനെറ്റിൻ്റെ സ്വാതന്ത്ര്യം എവിടെ പോയി? ഒരു കാലത്ത് ഏറ്റവും സ്വതന്ത്ര മാധ്യമമായിട്ട് നിന്നതല്ല ഏഷ്യാനെറ്റ്. ഇത് ഏഷ്യാനെറ്റിൻ്റെ പടിയിറക്കമാണ്. അതിൻ്റെ മുതലാളി, ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെ പടിയിറക്കത്തിൻ്റെ അടുത്ത സൂചികയാണ്. അത് വൈകാതെ നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.